തന്റെ ബോയ് ഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാനായി പെൺകുട്ടിയാവട്ടെ വീട് മുഴുവൻ അലങ്കരിച്ചതിനു ശേഷം ഫോണിലെ ലൈവ് സ്ട്രീം ഓൺ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ മറ്റൊരു സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവളുമായി അടുത്തിടപഴകാനും ശ്രമിക്കുന്നു. ഇത് കണ്ട് അതീവ ദേഷ്യം വന്ന പെൺകുട്ടിയാവട്ടെ ഒരു ബോട്ടിലെടുത്ത് അവന്റെ തലക്കടിച്ച് പൊട്ടിക്കുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിന് അവൻ ചെയ്ത പ്രവൃത്തിയിൽ ഒട്ടും തന്നെ കുറ്റബോധമില്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ധനികയായ സ്ത്രീയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി അവൻ ഒരു ദയയും കൂടാതെ പെൺകുട്ടിയോട് വീട്ടിന് വെളിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ബോയ് ഫ്രണ്ടിന്റെ പ്രവൃത്തിയിൽ മനനൊന്ത പെൺകുട്ടിയാവട്ടെ അവളുടെ ഫോണിൽ ലൈവ് സ്ട്രീം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും ഇതിനോടകം തന്നെ അവരിരുവരും ഫേമസ് ആവാൻ പോവുകയാണെന്നും അവൾ പറയുന്നു. ഉടനടി തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആ ഫോൺ കണ്ടെത്തി ആ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലൈവ് സ്ട്രീം കണ്ടതുകൊണ്ട് തന്നെ അത് തന്റെ ആത്മാഭിമാനത്തിന് കേടുവരുത്തുമെന്ന് ആ ധനികയായ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ നിർബന്ധപൂർവ്വം ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു കുപ്പി വൈൻ കുടിപ്പിക്കുകയും അവളോട് ആ വീഡിയോ വെറും ഒരു പ്രാങ്ക് ആണെന്ന് കാഴ്ചക്കാരെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ അടുത്തുണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് അവളുടെ തലക്കടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തന്നെ ഉപദ്രവിച്ച പെൺകുട്ടി അങ്ങനെ വെറുതെ വിടാനൊന്നും ആ ധനികയായ സ്ത്രീ ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഫോണിലൂടെ ബോഡി ഗാർഡ്സിനെ വിളിച്ചിട്ട് എന്ത് വില കൊടുത്തും ആ പെൺകുട്ടിയെ തന്റെ മുൻപിൽ പിടിച്ചുകൊണ്ട് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ബോഡി ഗാർഡ്സ് പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ അതീവ പരിഭ്രാന്തിയിൽ മുന്നോട്ടോടവേ ഒരു യുവാവിന്റെ ദേഹത്തേക്ക് അറിയാതെ ഇടിക്കുകയും അയാളോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അവളോട് ദയ തോന്നിയ അയാളാവട്ടെ ആ ബോഡി ഗാർഡ്സിനെ എല്ലാം അടിച്ചു വീഴ്ത്തുന്നുണ്ട്. പെൺകുട്ടി അവനോട് നന്ദി പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവൾക്ക് ബോധം നഷ്ടപ്പെട്ട് അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. അപ്പോഴാണ് അവളുടെ കഴുത്തിലുള്ള നെക്ലേസ് തന്റെ ബാല്യകാല ക്രഷിന്റേത് പോലെയാണെന്ന് അവന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബോധമില്ലാത്ത പെൺകുട്ടിയെ അവൻ അവന്റെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം പെൺകുട്ടി എഴുന്നേറ്റിട്ടും യുവാവ് ഉണർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോട് നന്ദി സൂചകമായി അവൾ ഏറ്റവും വിലമതിച്ചിരുന്ന ആ നെക്ലേസ് ഊരി അവിടെ വെച്ചിട്ട് അവനോട് നന്ദിയും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ലൈവ് സ്ട്രീമിംഗിന്റെ കാര്യം മനസ്സിലാക്കിയ ധനികയായ സ്ത്രീയുടെ അച്ഛനാവട്ടെ അവളെ സഹായിക്കുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ധനികയായ സ്ത്രീക്ക് വല്ലാത്ത വെറുപ്പ് ആ പെൺകുട്ടിയോട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അവളുടെ അച്ഛനെ അവളുടെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. തന്റെ മകൾ ചെയ്ത പ്രവൃത്തി ഓർത്തിട്ട് ആ അമ്മയ്ക്ക് ഖേദമില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി മൂലം അവരുടെ മകൾക്കുണ്ടായ മുറിവുകൾ അവരെ വല്ലാതെ അലോസരപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡ്സിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ധനികയായ സ്ത്രീയാവട്ടെ അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ അവളെ ഒരുപാട് ഉപദ്രവിക്കാനായി ബോഡി ഗാർഡ്സിനോട് ആജ്ഞാപിക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് ധനികയായ സ്ത്രീയുടെ അമ്മയ്ക്കാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് നഷ്ടപ്പെട്ട മകളാണോ അവൾ എന്ന കാര്യത്തിൽ സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഇനിയും ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡി ഗാർഡ്സിനോട് അവളെ ഉപദ്രവിക്കുന്നത് നിർത്താൻ അവർ ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരികയും ധനികയായ സ്ത്രീയും താനും തമ്മിലുള്ള ബന്ധം അവളാണ് നശിപ്പിച്ചതെന്നും പറഞ്ഞ് അയാൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഒരു ജാക്കറ്റ് അയാളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച അതേ യുവാവ് തന്നെയായിരുന്നു അത്.